നമസ്കാരമുണ്ട് ഏവർക്കും. പലപ്പോഴും പലരും വിളിച്ച് ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മളേതോ വിജ്ഞാനകോശമാണെന്നൊക്കെയാണ്. നമുക്കല്ലേ അറിയത്തുള്ളൂ ഒന്നുമില്ല എന്ന്. പലപ്പോഴും അത്ഭുതം തോന്നും. അറിവിൻ്റെ നിറദീപങ്ങളായ മറ്റനേകം വ്യക്തികൾ അവർക്ക് പരിചിതരായിട്ടും എന്തേ അവരോട് ചോദിക്കാതെ എന്നോട് ഇത്തരത്തിലുള്ള സമസ്യകൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നത് എന്ന് പലപ്പോഴും അത്ഭുതത്തോടു കൂടി കാണേണ്ട അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു. എന്നെപ്പറ്റി അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അപ്പോൾ ഇന്നും ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നു. ഒന്ന്, സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നതും ഏകദേശം മധ്യവയസ്സിനോട് അടുത്ത് പ്രായമുള്ളതുമായ ഒരു ഉദ്യോഗസ്ഥയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് ആ സഹോദരി വിളിച്ചത്. ഒരു രക്ഷയുമില്ല മാഷെ, ഒരു രക്ഷയുമില്ല. എനിക്ക് വയ്യ, പറഞ്ഞ് ഞാൻ തോറ്റു. എന്തോ ചെയ്യും? ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം? അത് പറയുമോ? പറഞ്ഞാലല്ലേ വിവരം അറിയാൻ കഴിയുകയുള്ളൂ. പറഞ്ഞോളൂ, എന്താ സംഭവം? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സന്ധ്യയൊക്കെ ആവും. സന്ധ്യ കഴിയും. സന്ധ്യ കഴിഞ്ഞ് വരുമ്പം മുറ്റമൊക്കെ ആകെ വൃത്തികേടായിരിക്കും. എന്നാൽ ചൂലെടുത്ത് മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കാം എന്ന് വിചാരിക്കുക. ചൂല് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉടനെ അകത്തു നിന്ന് വരും അമ്മ, അശ്ലീകരം. നിനക്കറിഞ്ഞുകൂടെ അന്തി കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിക്കരുതെന്ന്? എത്ര വട്ടം നിന്നോട് പറഞ്ഞിരിക്കുന്നു? സർവ്വ ഐശ്വര്യം കളയാൻ വേണ്ടിയിട്ട് ചെയ്യുക ഇത്. മൂശേട്ട വരും, അല്ലെങ്കിൽ ദുർദേവത വരും, എല്ലാ ഐശ്വര്യവും പോവും. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? പറഞ്ഞാലും കേൾക്കില്ല തോന്നിവാസികൾ. ഇങ്ങനെ നിരന്തരം അമ്മയുടെ പഴി കേൾക്കുക എന്നത് ഒരു ശീലമായി ചടങ്ങായി മാറി. അമ്മയും മോളും മാത്രമുള്ളപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അമ്മ കൂടെ ആര് നിൽക്കുന്നു, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അയൽവാസികളോ നിൽക്കുന്നു എന്ന ചിന്ത പോലും ഇല്ലാതെ അമ്മ ബ്രേക്കും ബെല്ലും ഇല്ലാതെ വായി വരുന്നങ്ങ് വിളിച്ചു പറയും. അത് അമ്മമാരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും അന്നേരം നമ്മുടെ മാനമായിരിക്കും 8 നിലയിൽ പടക്കോന്നും പറഞ്ഞിടിച്ച് താഴെ വീഴുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്ര ഇന്നലെ മറ്റോ. അപ്പോൾ അതാണ് ഉടനെ വിളിക്കുവാനുള്ള കാരണം. എന്താ ഇങ്ങനെ പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അമ്മ പറയുന്നത് പാപം കിട്ടും, എല്ലാ ഐശ്വര്യവും പോകുമെന്ന്. എങ്ങനെയാ അത്? ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യകാരണങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒന്ന് രണ്ട് കാരണങ്ങൾ വളരെ പണ്ടേ നമ്മുടെ പഴമക്കാരിൽ എത്തപ്പെട്ട ഒരു ബോധമാണ്, വിശ്വാസമാണ് അന്തി കഴിഞ്ഞാൽ മുറ്റമടിക്കരുത് അല്ലെങ്കിൽ ചൂലെടുക്കരുത് എന്ന്. ചൂല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോണം, അഴുക്കിനെ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ ചീഞ്ഞതും ഉപയോഗശൂന്യമായതിനെ പുറത്തേക്ക് തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ അത് വെക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്ഥാനത്തായിരിക്കുമല്ലോ, സൂക്ഷിക്കുന്നത് പോലും. ഇന്നത്തെ കാലത്ത് അത് മാറി. കാരണം ഇപ്പോൾ ടൗണുകളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ മുറ്റം പോലും ഇല്ല. എല്ലാം നല്ല ഒന്നാം തരം ഫ്ലോർ ടൈൽസൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. മുറ്റമടിയൊക്കെ ആവശ്യമില്ലാത്ത ചടങ്ങായി മാറി. മുറ്റം അടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വല്ല വൃക്ഷങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ കരിയിലകൾ എന്തെങ്കിലും വീഴും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ സാധാരണ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് മിക്ക ഭവനങ്ങളിലും പുറകാലത്ത് സന്ധ്യയിലും കണ്ടുവന്നിരുന്ന ആ ചടങ്ങ് ഇന്ന് പടിപടിയായി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ്. ഒന്ന്, ഇത് പറയാനുള്ള കാരണം, പണ്ട് ഈ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഓരോ വീടുകളിലും തറവാടിൻ്റെ ചുറ്റും 4 ഭാഗത്തും വിശാലമായ പൂമുറ്റം ഉണ്ടായിരുന്നു. കാരണം അന്ന് പാർക്കും ബീച്ചും ഒന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിച്ച് നടക്കുന്ന അവിടെയൊക്കെ ആയിരുന്നു. അന്ന് ഇതുപോലെ 1ഉം 2ഉം അല്ല താനും കുഞ്ഞുങ്ങൾ 10ഉം 12ഉം ഒക്കെ കാണും. 1.5 ഡസൻ വെച്ച് കാണും ഓരോ വീട്ടിലും. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഓടണമെങ്കിൽ ചാടണമെങ്കിൽ അല്പം മുറ്റം വേണം. അപ്പം അതുകൊണ്ട് അന്ന് വിശാലമായിരുന്നു. ഇത്രയേറെ ശാസ്ത്രീയതയൊന്നും അന്നില്ലായിരുന്നു. പ്രകൃതിയെ അല്പം ബഹുമാനിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു നമ്മുടെ പൂർവികർ. അതുകൊണ്ട് തന്നെ ഇൻ്റർലോക്കിനൊന്നും അന്ന് ഒട്ടും പ്രസക്തിയില്ലായിരുന്നു. ഏതായാലും നല്ലതാണ്, എല്ലാ മാറ്റങ്ങളും നല്ലതാണ്, കാലത്തിനൊത്ത് മാറണം, അതിൽ സംശയമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറയുവാനുള്ള ഒരു കാരണം, മുറ്റം അടിക്കുക എന്നത് വെട്ടമുള്ളപ്പോൾ ചെയ്യണം. അന്ന് ഇതുപോലെ കറണ്ടും ലൈറ്റും ഒന്നുമില്ല. പണ്ടത്തെ കാലത്ത് മണ്ണെണ്ണവർക്കോ റാന്തലകളൊക്കെ ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും രാത്രി കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ ക്ഷുദ്ര കീടങ്ങൾ ഇവയുടെയൊക്കെ സാന്നിധ്യം പറമ്പിലും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലും ഒക്കെ എത്തും. അപ്പോൾ ഈ സമയത്ത് മുറ്റമടിക്കുന്നത് അവനവൻ്റെ ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല. ഇനിയും ഇരുട്ടത്താകുമ്പോൾ വെട്ടമില്ലാത്തതൊന്നും വല്ല ഇഴയന്തുക്കളെ വല്ല തൂക്കുകയോ അതിൻ്റെ ദേഹത്ത് ചൂല് കൊള്ളുകയോ ചെയ്യുമ്പോൾ അതിലപ്പോൾ കടിച്ചെന്നിരിക്കും, കൊത്തിയെന്നിരിക്കും. അപ്പോൾ അതിനുള്ള അപകട സാധ്യത വളരെ വലുതാണ്. വെളിച്ചത്തിൻ്റെ കുറവ് വളരെയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നുള്ളത് പോലെ 4 വശത്തും ലൈറ്റ് എല്ലാം ഇട്ട് വളരെ ഗംഭീരമായ സെറ്റപ്പൊന്നും അല്ലായിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. അതായിരുന്നിരിക്കാം ഒരു കാരണം. രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് ചൂലെടുത്ത് മുറ്റമൊക്കെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന് നമ്മുടെ പൂർവ്വർക്ക് അറിയാമായിരുന്നു. പിന്നെയോ മറ്റൊന്ന്,
സാധാരണയായി സന്ധ്യയോടുകൂടി നമ്മൾ നമ്മുടെ ശരീരത്തെയൊക്കെ ശുദ്ധീകരിക്കും. പണ്ടത്തെ കാലത്ത് സന്ധ്യയ്ക്ക് മുമ്പ് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യും. സന്ധ്യയ്ക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറ്റമടിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ മുറ്റം അടിക്കുമ്പോൾ എന്തായാലും അല്ലെങ്കിൽ തൂത്തുവാരാൻ പോകുമ്പോൾ ദേഹത്ത് പൊടിപടലങ്ങൾ പറ്റും. തൂത്തുവാരുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായും പൊടിപടലങ്ങൾ ദേഹത്തിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. ആ പൊടിയോടുകൂടി കട്ടിലേക്ക് കിടക്കുക, തുടർന്ന് ഉറക്കത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഒട്ടും സുഖകരമല്ല. അത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. മറ്റൊരു വിഷയമുള്ളത്, രാത്രിയിൽ മുറ്റമടിക്കുവാൻ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുരക്കകം പോലും വീടിനകം പോലും അടിക്കുവാൻ പോയാൽ, വൃത്തിയാക്കുവാൻ പോയാൽ കയ്യിലോ കാതിലോ ഉള്ള വിലപിടിപ്പുള്ള പല വിഭവങ്ങളും നഷ്ടപ്പെടുകയും നഷ്ടപ്പെട്ടാൽ അവ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടും. വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും രാത്രിയിൽ ഇരുട്ടത്ത് തൂത്തുവാരുമ്പോൾ വിലപിടിപ്പുള്ള പല രേഖകൾ കാണും, പല വസ്തുവകകൾ കാണും. ഒരു പക്ഷേ വളരെ ചെറുതായിരിക്കും, ഇരുട്ടത്ത് കാണാൻ കഴിയാത്തവയായിരിക്കും. ഇവയെല്ലാം തൂത്ത് പുറത്തേക്കിടുകയും പുറത്ത് തൂത്താൽ തന്നെ മണ്ണിലോ പുഴിയിലോ ഒക്കെ കയ്യിലോ കാതിലോ ഉള്ള വസ്തുവകകൾ ഊരിപ്പോവുകയോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവ എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. മറ്റൊരു കാര്യമുണ്ട്, വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും ഊരി, കമ്മലാകട്ടെ വളയാകട്ടെ ഇത്യാദികളൊക്കെ ഊരി നീ പറയുന്ന പോലെ അലമാരികളൊക്കെ വളരെ കുറവാ, നല്ല അരിക്കലത്തിലോ അതുപോലുള്ള പാത്രങ്ങളൊക്കെ ആയിരിക്കും ഇട്ട് വെച്ചിരിക്കുക. അത് സ്വാഭാവികമായി ഇരുട്ടത്ത് തൂക്കുമ്പോൾ ഒരു പക്ഷേ തട്ടി താഴേക്ക് വീഴാം, അതിൽ നിന്ന് താഴെ വീഴുന്ന ചിലപ്പോൾ കടൽ പെടാതിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. അതൊക്കെ ആയിരിക്കാം രാത്രി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ചൂലെടുത്ത് അകത്തോ പുറത്തോ തൂക്കരുത് എന്ന് പറയുവാൻ അവരെ പ്രേരിപ്പിച്ച ഒരു കാര്യം. എന്തിനും ഏതിനും മണ്ണെണ്ണ വിളക്കിന്റെ ആ ചെറുവട്ടത്തെ മാത്രം ആശ്രയിച്ച് വന്നവർക്ക് ഇന്നീ കാണുന്ന സാഹചര്യങ്ങൾ സ്വപ്നേബി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്താൻ മുതിരേണ്ടതുമില്ല. അവർ പറഞ്ഞോട്ടെ, നമ്മുടെ നന്മയായിരിക്കാം അവരുടെ ലക്ഷ്യം, നമ്മുടെ സുരക്ഷിതത്വം തന്നെയാണ്, മറ്റൊന്നുമല്ല. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഈ മഹാഭാവം അല്ലെങ്കിൽ സങ്കടം, ദുരിതം എന്നൊക്കെ ഇവർ പറയാനുള്ള കാരണം, ഇപ്പൊ രാത്രിയിലൊന്ന് മുറ്റം തൂക്കുവാൻ പോയാൽ തന്നെ മുറ്റത്ത് ഏതെങ്കിലും ഇഴയന്തക്കൾ കടിച്ചാൽ, ഒരുപക്ഷെ മാരക വിഷമുള്ള ഇഴയന്തക്കളാണ് കടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ആ കുടുംബത്തിലെ ഗൃഹനാഥയ്ക്കോ അല്ലെങ്കിൽ സന്തതിക്കോ ജീവനഹാനി സംഭവിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അന്ന് ഇതുപോലെ ഹോസ്പിറ്റലുകളൊന്നും അടുത്തെങ്കിലില്ല, ബഹുദൂരം സഞ്ചരിക്കേണ്ടി. അതുപോലെ തന്നെ വാഹനങ്ങളുടെ സൗകര്യം വളരെ കുറവായിരിക്കും. ബന്ധുമിത്രാദികളൊക്കെ ചേർന്ന് ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുമ്പോഴേക്ക് അത്യാവശ്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ എത്താതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന ആ ഒരു വിവേകപരമായ ചിന്തയാണ് ഇവർ ഇപ്രകാരം നമ്മെ ഉപദേശിക്കാനുള്ള കാരണം. കാലം ഇന്ന് മാറിപ്പോയി, പക്ഷെ അവരുടെ മനസ്സിപ്പോഴും ആ പഴയ രീതിയിൽ തന്നെയാണ്. ഇപ്പൊ എന്തിനും ഏതിനും മുക്കിന് ആശുപത്രികളാകട്ടെ, ഭവനത്തിന്റെ 4 ഭാഗത്തും വിളക്കുകളുണ്ട്. പകലിനേക്കാൾ വ്യക്തമായ രീതിയിൽ എല്ലാം കാണാവുന്ന സൗകര്യം അകത്തും പുറത്തുമുണ്ട്. അകത്തെല്ലാം ടൈൽസ് എല്ലാം ഇട്ടു. അന്ന് ഇതുപോലെയൊന്നുമില്ല, ചാണകം മെഴുകിയിടമായിരിക്കും. അതുപോലെ തന്നെ അലമാരികൾ ഇത്രയേറെയില്ല, കട്ടിലടിയിലും അതുപോലെയുള്ള മൂലകളിലൊക്കെ ആയിരിക്കും സാധനങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇവ ഇരുട്ടത്ത് തൂക്കാൻ പോയാൽ എല്ലാം തട്ടിത്തകർന്ന് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് താഴെ വീണാൽ തിരികെ വാരിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം വെട്ടം വളരെ പരിമിതമാണ്. അപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ രാത്രി തൂക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അവരെ ധിക്കരിച്ചു എന്നുള്ള തോന്നൽ കാണും. പക്ഷേ ഈശ്വരപരമായി ബന്ധപ്പെടുത്തിയാൽ പാപം കിട്ടും, ഈശ്വരകോപം കിട്ടും എന്നൊക്കെ പറയുമ്പം നമ്മൾ അല്പം ഭയപ്പെട്ടാണെങ്കിലും അവരെ അനുസരിക്കുന്നതിലൂടെ കുടുംബത്തിൽ അനാവശ്യമായ ആപത്തുകളോ അല്ലെങ്കിൽ അത്യാഹിതങ്ങളോ എത്താനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി നമ്മൾക്കതിനെ എടുക്കാം. നമ്മളിൽ അവർ അത്രയേറെ പ്രതീക്ഷ വെച്ചിരിക്കുന്നു, നമ്മുടെ ജീവിതം ഐശ്വര്യകരമായി മാറണം, പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായിരിക്കാം അതിന്റെ കാരണം. അതുകൊണ്ട് അവരെ നമുക്ക് മാറ്റാൻ കഴിയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കുറേശ്ശെയായി അല്ലെങ്കിൽ പടിപടിയായി മാറാൻ കഴിയും. അതിനുള്ള ഒരു ക്രമീകരണം നടത്തൂ, അതല്ലേ നല്ലത്.